ഏതൊക്കെ ആപ്പുകൾ വന്നാലും ഇന്റർനെറ്റിലെ വീഡിയോ കോളിംഗിലെ ഏറ്റവും വലിയ പേരായിരുന്നു സ്കൈപ്പ് എന്നത്. ഇപ്പോഴത്തെ സ്കൈപ്പ് ഇന്റർനെറ്റിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ലോകത്താകെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് സ്കൈപ്പ് ഉപയോഗിച്ചിരുന്നത്. ഉപയോക്താക്കൾക്കൊപ്പമുള്ള വർഷങ്ങളുടെ വിശ്വസ്ത സേവനത്തിന് ശേഷമാണ് മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് അടച്ചുപൂട്ടുന്നത്. ഒരു കാലത്ത് ഇന്റർനെറ്റ് വീഡിയോ കോളിൽ തന്റേതായ ഒരു സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞിരുന്ന സ്കൈപ്പ് നിലവിൽ കാലഹരണപ്പെട്ട അവസ്ഥയിലാണുള്ളത്. 2025 മെയ് 5-ന് ഔദ്യോഗികമായി സ്കൈപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കും. എന്നാൽ സ്കൈപ്പ് അടച്ചുപൂട്ടാനുള്ള യഥാർത്ഥ കാരണം മൈക്രോസോഫ്റ്റിന്റെ പൂർണ്ണ ശ്രദ്ധ മറ്റൊരു വീഡിയോ കോളിംഗ് ആപ്പായ ടീംസിൽ കേന്ദ്രീകരിച്ചതാണ്. എല്ലാവരും അവരുടെ ഓഫീസ് വ്യക്തിഗത സംഭാഷണങ്ങൾ ഉൾപ്പെടെ ആശയവിനിമയവും ജോലിയും ഒരിടത്ത് തന്നെ ചെയ്യണമെന്ന ആശയമാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ നീക്കത്തിന് പിന്നിൽ. അതുകൊണ്ടാണ് സ്കൈപ്പിനെ പിൻവലിച്ച് ടീംസിന് മുൻഗണന നൽകുന്നത്. സ്കൈപ്പ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുൻപ് ടീംസിലേക്ക് മാറാൻ ഉപയോക്താക്കൾക്ക് മതിയായ സമയം മൈക്രോസോഫ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ സമയത്തിനകം ഉപഭോക്താക്കൾക്ക് ടീംസിലേക്ക് മാറാൻ കഴിയുമെന്നും മൈക്രോസോഫ്റ്റ് അറിയിച്ചു. സ്കൈപ്പിന്റെ പണമടച്ചുള്ള സേവനങ്ങൾക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുതിയ പെയ്ഡ് ഉപഭോക്താക്കൾക്കായി സ്കൈപ്പ് ക്രെഡിറ്റ് കോളിംഗ് പ്ലാനുകൾ വിൽക്കുന്നത് മൈക്രോസോഫ്റ്റ് നിർത്തി. കൂടാതെ ഇതിനകം തന്നെ പണമടച്ചുള്ള സ്കൈപ്പ് ഉപയോക്താവാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റും സബ്സ്ക്രിപ്ഷനും അടുത്ത പുതുക്കൽ തീയതി വരെ സാധുവായി നിലനിർത്താം. എങ്കിലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ സ്കൈപ്പും അവസാനിക്കും. സ്കൈപ്പിൽ നിന്ന് ടീംസിലേക്കുള്ള മാറ്റം മൈക്രോസോഫ്റ്റ് എളുപ്പമാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു സ്കൈപ്പ് ഉപയോക്താവാണെങ്കിൽ നിങ്ങളുടെ സ്കൈപ്പ് അക്കൗണ്ട് ഉപയോഗിച്ച് ടീംസിൽ ലോഗിൻ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കോൺടാക്റ്റുകളും ചാറ്റുകളും കോളുകളും ടീമുകളിലേക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും. 1-on-1 കോളുകൾ, ഗ്രൂപ്പ് ചാറ്റുകൾ, ഫയൽ പങ്കിടൽ തുടങ്ങിയ ഫീച്ചറുകളും കലണ്ടർ, മറ്റുപകരണങ്ങൾ എന്നിവയും ടീംസിൽ ഇതിനകം തന്നെ ലഭ്യമാണ്. 2003-ലാണ് സ്കൈപ്പ് ആദ്യമായി ലോഞ്ച് ചെയ്തത്. 2011-ലാണ് സ്കൈപ്പ് കമ്മ്യൂണിക്കേഷനെ മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുന്നത്.